ഹരേ രാമ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്കിന്ന് കർക്കിടക മാസം 12-ാം തീയതിയിലെ, അതായത് രാമായണം 12-ാം ഭാഗത്തിൻ്റെ വ്യാഖ്യാനം പരിശോധിക്കാം. പഞ്ചവടിയിലേക്ക് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും എത്തി അവിടെ താമസം ആരംഭിച്ചു. പഞ്ചവടിയിൽ ജടായുവിനെ തൻ്റെ പിതാവിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെയുള്ള കൂട്ടുകാരനായ ജടായു എന്ന വാർദ്ധക്യം ബാധിച്ച പക്ഷിയെ കണ്ട് അതിനോട് സഖ്യം ചെയ്തു. അതിനുശേഷം ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്ന ഭാഗമായിരുന്നു കഴിഞ്ഞ 3 ഭാഗങ്ങളിലായി ലക്ഷ്മണ ഉപദേശം വിവരിച്ചു കൊടുത്തത്. അത് എല്ലാവരും കേട്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. വീണ്ടും പഞ്ചവടിയിലുള്ള അവരുടെ ആ വനയാത്രയുടെ അവസാന ഭാഗമാണ്, അവസാന വർഷമാണ്. ഇനിയും സംഭവബഹുലമായ യഥാർത്ഥത്തിലുള്ള ആ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ജന്മ ഉദ്ദേശമാണ് നടക്കാൻ പോകുന്നത്. അവിടേക്ക് ശൂർപ്പണഖ, രാവണ സഹോദരിയായ ശൂർപ്പണഖ ഇങ്ങനെ വരുന്നു. ജനസ്ഥാനം എന്ന് പറയുന്ന പഞ്ചവടിയുടെ പരിസരത്തൊരു പ്രദേശമുണ്ട്. രാവണൻ്റെ സൈന്യങ്ങൾ ദൂരദേശത്തുള്ള സൈന്യ സങ്കേതമാണ്. രാവണൻ്റെ ബന്ധുവും ശൂർപ്പണഖയുടെ വകയിലൊരു ജ്യേഷ്ഠനുമാണ് ഖരനും ദൂഷണനും. ത്രിശിരസ് അവളുടെ മകനാണ്. അപ്പോൾ അവരെല്ലാം കൂടെ ഇങ്ങനെ അവിടെ ഒരു സൈന്യ സങ്കേതത്തിൽ ജനസ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്ത് വസിച്ചുകൊണ്ട് രാജ്യത്ത് ഇങ്ങനെ വീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുനിമാരെയൊക്കെ ഉപദ്രവിക്കുവാനും സത്തുക്കളെ കണ്ടുപിടിക്കാനും അവരുടെ ചോര കുടിക്കാനും മാംസം കഴിക്കാനും ഒക്കെ കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ പഞ്ചവടിയുടെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ശൂർപ്പണഖയുടെ ഭർത്താവിനെ രാവണൻ തന്നെ വധിച്ചതാണ്. തനിക്കിഷ്ടമുള്ള ആളിനെ പോയി സ്വയം വിരിച്ചോളൂ എന്ന് പറഞ്ഞ് വിട്ടിട്ടുള്ളതാണ് ശൂർപ്പണഖയെ. അവൾ ഒരു കാമകിങ്കരയാണ്. പുരുഷന്മാരെയൊക്കെ ആകർഷിക്കുകയും മായാരൂപമൊക്കെ എടുത്ത് സൗന്ദര്യം കാട്ടി അവരെ വശീകരിക്കുകയും സ്വന്തം ഇഷ്ടത്തിന് കാമചേഷ്ടകൾക്കൊക്കെ ഉപയോഗിക്കുകയും പുരുഷന്മാരെ എല്ലാം വളരെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീചമായി ദ്രോഹിക്കുന്ന ഒരു സ്ത്രീയാണ്. കാമപരവശയായിട്ട് തന്നെയാണ്, അതായത് രാക്ഷസകുലത്തിൽ ജനിച്ച ദുഷ്ടകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഭീകര സ്വരൂപിണിയായ ആ ഒരു സ്ത്രീ ഇങ്ങനെ പുരുഷന്മാരെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിലാണ് പഞ്ചവടിയിൽ ശ്രീരാമചന്ദ്രൻ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിച്ച ശേഷം ഇങ്ങനെ അവിടെ ധ്യാനത്തിലിരിക്കുന്നതായിട്ട് കാണുന്നത്. തൊട്ടരികിൽ വില്ലുമമ്പുമായി ലക്ഷ്മണകുമാരനുമുണ്ട്. സീതാദേവി കുടീരത്തിനുള്ളിലാണ്, പർണശാലയ്ക്കുള്ളിലാണ്. അപ്പോൾ സുന്ദരനായ രാമകുമാരനെ കണ്ടപ്പോൾ, അതും മനുഷ്യനായിട്ടുള്ള സുന്ദരനായ രാജകുമാരനെ കണ്ടപ്പോൾ താടകയുടെ ഉള്ളിൽ കാമം വീണ്ടും ഇളകുകയാണ്. ആ കാമത്തിൻ്റെ അഗ്നി കെടുത്തുവാനായി അവൾ വന്ന് ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നു, അങ്ങ് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നു. ഇനിയും ഞാൻ ആരാണെന്ന് അങ്ങയോട് പറയാം. അങ്ങ് ആരാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങയോട് ഞാൻ എൻ്റെ വിവരങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ഞാൻ വിശ്രവസിൻ്റെ മകളാണെന്നും രാവണൻ എന്ന ത്രിലോക അധിപതിയുടെ സഹോദരിയാണെന്നും ഒക്കെയുള്ള വലിയ കുടുംബത്തിൽ ജനിച്ച അവളാണെന്നും ഞാൻ വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാണെന്നും ഒക്കെ ഒരു സുന്ദരിയായ മായാമോഹിനിയായ അപ്സരസ് സുന്ദരിയേക്കാൾ ശ്രേഷ്ഠയായ രൂപത്തിലാണ് വേഷം മാറി വരുന്നത്. അങ്ങനെ അവളുടെ ശരീരഭാഗങ്ങളൊക്കെ ഇളക്കി ഇങ്ങനെ വന്ന് ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ നിന്ന് അവളുടെ വംശത്തെക്കുറിച്ചും കുലപാരമ്പര്യത്തെക്കുറിച്ചും സ്ത്രീത്വത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുകയാണ്. ഞാനിങ്ങനെ എനിക്ക് ആഗ്രഹമുള്ള പുരുഷനെ കണ്ടെത്തുവാൻ വേണ്ടി ഞാനിങ്ങനെ സഞ്ചരിച്ച് വന്നപ്പോഴാണ് അങ്ങയെ കണ്ടത്. അങ്ങിൽ എനിക്ക് വളരെയധികം അനുരാഗം തോന്നുന്നു എന്ന് പറഞ്ഞ് ഇനി അപ്പോൾ അങ്ങ് ആരാണെന്ന്, അങ്ങയുടെ സത്യാവസ്ഥ എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദശരഥ മഹാരാജാവിൻ്റെ മകനായ രാമചന്ദ്രനാണ്, എൻ്റെ അനുജനായ ലക്ഷ്മണകുമാരനാണ് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് അങ്ങയെ വിവാഹം കഴിച്ചാൽ, വിവാഹമല്ല, എനിക്ക് അങ്ങയുടെ കൂടെ അങ്ങയെ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചാൽ വളരെ സന്തോഷമുണ്ട്. അങ്ങയോട് എനിക്ക് വല്ലാത്ത ഒരു പ്രേമ പാരവശ്യമാണ്.
അങ്ങയെ ഇത്രയും കാലം എനിക്ക് ആരോടും ഒരു സ്നേഹം തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങയെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വിട്ടുപോകാൻ കഴിയാത്ത ഒരു ആഗ്രഹം തോന്നിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എന്നെ ഭാര്യയായി സ്വീകരിക്കണം. എൻ്റെ കൂടെ വന്നാൽ അങ്ങക്ക് ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ഉണ്ടാകില്ല. ഈ വനങ്ങളും പർവ്വത പ്രദേശങ്ങളിലും ഒക്കെ നമുക്ക് സന്തോഷിച്ച് രസിച്ച് സുഖിച്ച് നമുക്ക് ജീവിക്കാം. അങ്ങക്ക് എൻ്റെ ജ്യേഷ്ഠനായ രാവണൻ്റെ രാജ്യത്ത് വളരെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ തന്ന് അടുത്ത ഇളമുറ രാജാവായിട്ടൊക്കെ അങ്ങയെ വാഴിക്കാം. അങ്ങനെ മേഘനാഥനെ കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് ദേവേന്ദ്രനെ തോൽപ്പിച്ച ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആള്, അതായത് മേഘനാഥനാണ് എൻ്റെ സഹോദരൻ്റെ മകൻ. അങ്ങനെ വളരെ വംശപാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് ഞാൻ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയും, എനിക്ക് ഇത്രയും സുന്ദരിയും ശ്രേഷ്ഠയും ഒക്കെയായ വിവാഹിത അല്ലാത്ത സുന്ദരിയായ നിനക്ക് പറ്റിയത് ഞാനല്ല, ഞാൻ വിവാഹിതനാണ്. എനിക്ക് ഭാര്യയുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഒറ്റയ്ക്കാണ്, ചെന്ന് അവനോട് വിവരം പറയൂ, അവന് നിന്നെ ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ ലക്ഷ്മണകുമാരനോട് ചെന്ന് പ്രേമം അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ലക്ഷ്മണൻ പറയും, നിന്നെപ്പോലെ വലിയ വലിയ പാരമ്പര്യവും തേജസ്സും സൗന്ദര്യവും ഒക്കെ ഉള്ള ആഠ്യത്വമുള്ള പെൺകുട്ടിക്ക് ഞാൻ എങ്ങനെയാണ്, ഞാനാണ് ശ്രീരാമചന്ദ്രനാകുന്ന മഹാരാജാവിൻ്റെ ഒരു സേവകൻ മാത്രമാണ്. അപ്പോൾ രാജകൊട്ടാരത്തിലെ കുട്ടിയായ നിനക്ക് ഒരു സേവകൻ്റെ ഭാര്യയായി, ഒരു അടിമയുടെ ഭാര്യയെ പോലെ അല്ലെങ്കിൽ ഒരു സേവകൻ്റെ ഭാര്യയെ പോലെ ജീവിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് നിനക്ക് ചേരുന്നത് രാജകുമാരൻ തന്നെയാണ്. അതിന് എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് നിനക്ക് ഏറ്റവും അനുചിതൻ. അതുകൊണ്ട് നീ അദ്ദേഹത്തോട് ചെന്ന് വീണ്ടും പറയൂ എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയും, ഒരുത്തനായാൽ ഒരുത്തി വേണ്ടേ? എനിക്ക് ആ ഒരുത്തി ആയിട്ടുള്ളത് സീതാദേവിയാണ്. എൻ്റെ അടുത്തുണ്ട് സീത. അപ്പോൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ ലക്ഷ്മണകുമാരനാണ്. ഭവതി എന്നൊന്നുകൂടെ എൻ്റെ അനുജനോട് ചോദിക്കൂ, ആ അനുജൻ ചിലപ്പം നിന്നെ വിവാഹം കഴിച്ചിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ലക്ഷ്മണൻ്റെ അരികിലേക്ക് പോയി വീണ്ടും കാമപരവശയായ താടക ശൂർപ്പണഖ ലക്ഷ്മണകുമാരനോട് വീണ്ടും ആവശ്യപ്പെടുകയാണ് തന്നെ സ്വീകരിക്കണമെന്ന്. ലക്ഷ്മണൻ വീണ്ടും രാമചന്ദ്രൻ്റെ അടുക്കലേക്ക് തന്നെ വിടുന്നു. എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് പ്രിയമൊന്നും തോന്നുന്നില്ല, അങ്ങനെ നീ പറയുന്ന പോലെ സ്നേഹമൊന്നും എനിക്ക് നിന്നോട് തോന്നുന്നില്ല. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ സംരക്ഷകനും ജ്യേഷ്ഠത്തിയമ്മയുടെ ഒക്കെ കാവൽക്കാരനായിട്ട് ചെയ്യുന്ന ജോലിയാണ് എനിക്കിപ്പോൾ നിന്നെ വിവാഹം കഴിക്കാനും ഒന്നും സമയമില്ല എന്ന് പറഞ്ഞ് വീണ്ടും ജ്യേഷ്ഠൻ്റെ അരികിലേക്ക് വിടുന്നു. ജ്യേഷ്ഠൻ അപ്പോൾ വീണ്ടും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ് എൻ്റെ ഭാര്യ, അവളെ വിഷമിപ്പിക്കുന്നത് ശരി അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സീതാദേവിയാണ് അതിൽ നിന്ന് ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രേമാഭ്യർത്ഥനയോടെ നടക്കുന്ന ഈ സുന്ദരിയെ കണ്ടിട്ട് സീതാദേവിക്ക് ഉള്ളിലൊരു ചിരി വരുന്നത് അത് പുറമേ മുഖത്തത് പ്രതിഫലിച്ചു. അപ്പോൾ കോപാക്രാന്തയും കാമപരവശയും ഇളിഭ്യയും ഒക്കെയായ ഈ താടക എന്ത് ചെയ്തു? ആ താടകയല്ല, ശൂർപ്പണഖ തൻ്റെ വിശ്വരൂപം, യഥാർത്ഥത്തിലുള്ള രൂപം, കരിങ്കല്ല് പോലെയുള്ള പർവ്വതം പോലെയുള്ള ആ ശരീരവും അവളുടെ ആ ശരീരഭാഗങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത് വളരെ വിചിത്രമാണ്. അങ്ങനെ ദംഷ്ട്രയും ശരീരവും ഉരല് പോലെയുള്ള കാലും കൈയും തുടകളും ഒക്കെ കൊണ്ട് ഭയങ്കര ഭീകര രൂപമായിട്ടുള്ള അവൾ സീതാദേവിയെ പിടിക്കാനായിട്ട് ഓടിച്ചെന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ തടഞ്ഞു. അപ്പോൾ ലക്ഷ്മണകുമാരൻ വാൾ എടുത്ത് വീശിക്കൊണ്ട് വന്നപ്പോൾ ആ വീശിയത് അവളുടെ കഴുത്തിലല്ല പെട്ടത്, അവൾ തിരിഞ്ഞത് കാരണം അവളുടെ കുജനാസാദ്വാരങ്ങളൊക്കെയാണ് മുറിഞ്ഞു പോയത്. അങ്ങനെ ആ ചോരയെ ഒലിപ്പിച്ചൊരു വലിയ പർവ്വതത്തിൽ നിന്ന് പല അരുവികൾ ഒഴുകുന്നത് പോലെ, പല സ്ഥലത്തു നിന്ന് അരുവികൾ, അത് ചുവന്ന ജലം ഒഴുകുന്ന മാതിരി ഈ പർവ്വതം പോലെയുള്ള സ്ത്രീയുടെ പല ഭാഗങ്ങൾ മുറിഞ്ഞതല്ലേ, അവിടെ നിന്നെല്ലാം ചോര ഒലിപ്പിച്ചുകൊണ്ട് അലറിക്കൊണ്ട് അവൾ ഓടി ഖരദൂഷണന്മാരോട് ചെന്ന് ഖരനോട് പറയുന്നു. അപ്പോൾ ഖരൻ, മനുഷ്യ കീടങ്ങളോ ഇത്രയും നിന്നെ ഉപദ്രവിച്ചോ? ചേട്ടാ, എനിക്ക് അവരെ പിടിച്ച് തിന്നണം, അവരുടെ പച്ചമാംസം കഴിക്കണം, അവരെ തിന്നാലേ എനിക്കൊരു സുഖം വരൂ, അവരുടെ ചോര കുടിക്കണം എന്നൊക്കെ അലറി പറയുകയാണ്. അപ്പോൾ ഖരൻ 14 രാക്ഷസന്മാരെ വിടുന്ന
അവരെ പിടിച്ച് കൊണ്ടുവന്ന് ആ മാംസമെല്ലാം എൻ്റെ സഹോദരിക്ക് കൊടുക്കണം, ചോരയും കൊടുക്കണം, അവന്മാരുടെ തലയല്ല എനിക്ക് തരണം എന്ന് പറഞ്ഞ് വിടുകയാണ്. പക്ഷേ ആ 14 പേരെയും ശ്രീരാമചന്ദ്രൻ നിമിഷാർത്ഥം കൊണ്ട് കാലപുരിക്ക് അയച്ചു. ഇത് കണ്ട് വീണ്ടും അലറി പാഞ്ഞുകൊണ്ട് ശൂർപ്പണഖ ഖരൻ്റെ അടുക്കേക്ക് ചെല്ലുന്നു. അപ്പോൾ ഖരൻ 14,000 സൈന്യങ്ങളും ഖരനും ദൂഷണനും ത്രിശിരസും ചേർന്ന് 14,000 സൈന്യങ്ങളുമായിട്ട് ഇങ്ങനെ വരികയാണ്. ഈ പുറപ്പാട് കണ്ട് ബഹളം കേട്ട്, രാക്ഷസ കുലങ്ങളുടെ അലർച്ചയും ബഹളവും കേട്ട് ശ്രീരാമചന്ദ്രൻ പറയുന്നു ലക്ഷ്മണകുമാരനോട്, രാക്ഷസപ്പട ഇളകി വരുന്നുണ്ട്, കുമാര നീ ദേവിയെ ആ ഗുഹയിലേക്ക്, ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയി ദേവിയെ ഒളിച്ചു വയ്ക്കൂ, അവിടെ കാവലിരിക്കൂ, എന്നെക്കൊണ്ട് സത്യം ചെയ്യൂ, എന്ത് കണ്ടാലും തിരികെ ഓടി വരരുതെന്ന്. അപ്പോൾ ശ്രീരാമനെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ട്, ശ്രീരാമനെ ചൊല്ലി സത്യം ചെയ്ത് ലക്ഷ്മണകുമാരൻ ഗുഹയിൽ പോയി സീതാദേവിയെ അവിടെ ഇരുത്തി താൻ പുറത്ത് കാവൽ നിന്നു. അങ്ങനെ 14,000 രാക്ഷസ പരിഷകൾ വന്നിട്ട് ശ്രീരാമചന്ദ്രനെ തലങ്ങും മെലങ്ങും ആയുധങ്ങൾ ഉപയോഗിക്കുകയും മരം കൊണ്ട് എറിയുകയും പല വിധത്തിൽ ഉപദ്രവങ്ങൾ യുദ്ധം ആരംഭിച്ചു. എന്നാൽ അദ്ദേഹം ധൈര്യസമേതം സ്ഥൈര്യത്തോടുകൂടി ഏകനായി നിന്ന് അവരോടെല്ലാം പൊരുതി അവസാനം ഖരനും ദൂഷണനും ത്രിശിരസുകളെയും ഒക്കെ കൊല്ലുവാൻ വിഷമമായ സമയത്ത് ഗൗതമ മഹർഷി ഭഗവാന് കൊടുത്ത ഒരു ദിവ്യമായ വില്ലും അമ്പും ഉണ്ടായിരുന്നു. അത് യഥാസമയത്ത് ആവശ്യമുള്ളപ്പോൾ താൻ സ്മരിക്കുന്ന സമയത്ത് തൻ്റെ കൈകളിൽ വരണമെന്ന് അഗസ്ത്യ മഹർഷിയോട് ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് അത് വളരെ അത്യാവശ്യമായിരുന്നതിനാൽ അദ്ദേഹം അതും സ്മരിക്കുകയും ഭഗവാന്റെ കൈകളിൽ ആ വില്ലും അമ്പും വരികയും അത് ഒരു അമ്പയക്കുമ്പോൾ ആയിരക്കണക്കിന് ശരങ്ങൾ ചെന്ന് 10,000 കൊല്ലുന്ന ആ ഒരു ദിവ്യാസ്ത്രമായിരുന്നു അത്. അതുപോലെ തന്നെ വിശ്വാമിത്ര മഹർഷിയും മറ്റു മഹർഷിമാരും ഒക്കെ ഇനിയും ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മം രാക്ഷസന്മാരെ നിഗ്രഹിക്കുകയാണ്. മായാവികളായ അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല വിധത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉപദേശിച്ചതെല്ലാം ഈ അവസരത്തിൽ പ്രയോജനപ്പെട്ടു. വളരെ ഘോരമായിട്ടുള്ള യുദ്ധം, ശ്രീരാമചന്ദ്രൻ്റെ നെഞ്ചിലേക്ക് ഖരൻ അമ്പ് ചെയ്യുന്നു. പക്ഷെ ഭഗവാൻ ആ അമ്പൊക്കെ മുറിച്ച് കളയുന്നു. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള, നമ്മൾ അത് വായിക്കുമ്പോൾ വളരെ ഓരോ വരികളിലും ആ യുദ്ധത്തിൻ്റെ ഭീകരത മനസ്സിലാവും. അത്രയും ശക്തമായ യുദ്ധം നടന്ന് ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും ഒക്കെ ഭഗവാൻ ഏകനായി നിന്ന് വധിക്കുകയാണ്. അപ്പോൾ ഈ 14,000 പേരും ദിവ്യ പുരുഷന്മാരായി, ദിവ്യ ആത്മാക്കളായി ഭഗവാന്റെ ചുറ്റും വലം വെച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടെ അവർ സ്വർഗം പ്രാപിച്ചു. അവരൊക്കെ ദിവ്യ പുരുഷന്മാരായി മാറി. ശ്രീരാമചന്ദ്രൻ്റെ അമ്പേറ്റ് മരിച്ച് ആ പൂർണ്ണമായ മുക്തിപദം പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരുന്ന ശാപം കിട്ടിയ രാക്ഷസന്മാരായി ശാപം കിട്ടി വന്ന് അവർക്ക് പൂർണ്ണമായ അനുഗ്രഹ സാഫല്യം കിട്ടാൻ വേണ്ടിയാണ് ആ ജന്മം അവർ അസുരന്മാരായി മാറിയത്. അപ്പോൾ അവർക്ക് ശ്രീരാമചന്ദ്രൻ്റെ കരസ്പർശനം കൊണ്ട് മരണം ഏൽക്കുന്നത്, അമ്പേറ്റ് മരിക്കുക എന്ന് വെച്ചാൽ സാക്ഷാൽ ഭഗവാൻ നേരിട്ട് മരണം കൊടുക്കുകയല്ലേ. അപ്പോൾ അവരുടെ ആ പൂർണ്ണമായ, അവർക്ക് വൈകുണ്ഠത്തിനുപരി അവർക്ക് ഇനി ഒരു ജന്മവും ജനിക്കേണ്ടി വരികയില്ല, ഒരു ജന്മം എടുക്കേണ്ടി വരികയില്ല. പൂർണ്ണമായ മുക്തി, സാരൂപ്യ മുക്തി അവർക്ക് നേടി അവരെല്ലാം അതാത് ഇടങ്ങളിലേക്ക് പോയി. ഇതിന് ശേഷം, യുദ്ധം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മണകുമാരനും സീതാദേവിയും രാമചന്ദ്രനെ കണ്ടതിൻ്റെ അരികിലേക്ക് ഓടി വരുന്നു. ശ്രീരാമചന്ദ്രനെ ഇങ്ങനെ ഗാഠമായിട്ട് സീതാദേവി സന്തോഷത്തോടെ ആലിംഗനം ചെയ്യുന്നു. ഭഗവാന്റെ മുഖത്തും ശരീരത്തും ഒക്കെയുള്ള മുറിവുകളെല്ലാം ദേവി തലോടി ആ വ്രണങ്ങളൊക്കെ കരിക്കുന്നു. അതിനുശേഷം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനോട് പറയുകയാണ്, മുനിമാരോട് താപസന്മാരോടൊക്കെ ചെന്ന് പറയൂ, ഈ ഖരദൂഷണാദി ത്രിശിരസുകളെയും 14,000 രാക്ഷസ പരിഷകളെയും ഞാൻ വധിച്ചു എന്നുള്ള വിവരം അവരോട് പറയൂ എന്ന് പറഞ്ഞ് ലക്ഷ്മണകുമാരനെ അയക്കുന്നു. അവിടെ ചെന്നപ്പോൾ മുനിമാർ സമ്മാനമായും വീണ്ടും ഇനിയും രാവണനുമായുള്ള യുദ്ധമല്ലേ വരാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ട് ദിവ്യമായ സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിടുന്നു. അതിൽ ചൂടാരത്നം ദേവിക്ക് കൊടുക്കുന്നു, മോതിരം ഭഗവാൻ അണിയുന്നു,
അതുപോലെ പടച്ചട്ടയുണ്ട്, അത് ലക്ഷ്മണകുമാരനും കൊടുക്കുന്നു. ഇനിയും മാരീചനും ഒക്കെ ഉള്ള മാരീചൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് വീണ്ടും കരഞ്ഞുകൊണ്ട് ഖരദൂഷണാദികൾ മരിച്ച ശേഷം ഈ ശൂർപ്പണഖ രാവണസഭയിലേക്ക് ഓടിച്ചെന്നിട്ട് ഇങ്ങനെ ചോര ഒലിപ്പിച്ച് അംഗവൈകല്യത്തോടു കൂടി വന്ന സഹോദരിയോട് ഇത് ആരിത് ചെയ്തു എന്നൊക്കെ ചോദിച്ച് രാവണൻ അലറുകയാണ്. അപ്പോൾ രാവണനോട് പറയുന്നു, നീ ഇങ്ങനെ സ്ത്രീ ലംബടനായിട്ട് മദ്യമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നോ? നമ്മുടെ രാജ്യത്ത് എത്ര കാലം കൊണ്ട് 12 വർഷമൊക്കെ ആയിട്ട് പഞ്ചവടിയിലെ മനുഷ്യരായിട്ടുള്ള 3 പേരവിടെ ജീവിക്കുന്നത് അറിയുന്നുണ്ടോ? ചാര കണ്ണുകളൊന്നും നീ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലല്ലോ ജ്യേഷ്ഠ. ചാരന്മാരുടെ അന്വേഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ അവന്മാരിവിടെ ഇത്രയും കാലം ജീവിച്ചത്. എന്നെ ലോകത്തിലേക്കും സുന്ദരിയായിട്ടുള്ള ആ സീതാദേവിയെ, ഒരു സുന്ദരിയുണ്ട്, അപ്സര സുന്ദരി, അത് എല്ലാ ലോകത്തുള്ള സ്ത്രീകളെക്കാളും എത്രയോ സുന്ദരിയാണ്. ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീരത്നത്തെ കണ്ടപ്പോൾ അത് അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങയ്ക്കിരിക്കട്ടെ എന്ന് കരുതി ഞാൻ പിടിച്ചുകൊണ്ട് വരാൻ ഭാവിച്ചപ്പോൾ ആ ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം അനുജൻ ലക്ഷ്മണനാണ് എനിക്കിങ്ങനെ അംഗച്ഛേദങ്ങളൊക്കെ വരുത്തിയത്. അതുകൊണ്ട് അവന്മാരെ വെറുതെ വിടാൻ പാടില്ല, അവരെ കൊല്ലണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് രാവണൻ അന്തം വിടുകയാണ്. 14,000 രാക്ഷസന്മാർ, അതും രാക്ഷസന്മാർ മായാവിദ്യകളും കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഉള്ള അഭ്യാസികളായിട്ടുള്ള 14,000 രാക്ഷസന്മാർ, അതായത് രാക്ഷസന്മാരായിരുന്നു ആ സമയത്ത് ലോകം മൊത്തം കീഴടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണോ അതിൽ 14,000 പ്രധാനികളെയും 14,000 സൈന്യങ്ങളെയും ഒരാൾ 3.25 നാഴിക കൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് വധിച്ചു എന്ന് കേട്ടപ്പോൾ രാവണൻ അന്തം വിട്ടു പോവുകയാണ്. അതാരായിരിക്കും? അതൊരു മനുഷ്യനായിട്ടുള്ള ഒരു ആളായിരിക്കത്തില്ല, അത് സാക്ഷാൽ ശ്രീനാരായണനാകാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി ചെയ്തത്. ഒരുപക്ഷെ ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രീനാരായണൻ മനുഷ്യരൂപമെടുത്ത് വന്നതാകാം. ഭൂമിയിൽ ഇത്രയും ദുരിതങ്ങളും നാശനഷ്ടങ്ങളും രാക്ഷസന്മാർ ചെയ്യുമ്പോൾ ആ രാക്ഷസ വംശത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി യുഗങ്ങളിൽ ഓരോ യുഗാന്ത്യത്തിലും ഭഗവാൻ അവതരിക്കുമല്ലോ. അതിനുവേണ്ടി ഇനി ഭഗവാൻ അവതരിച്ച് രാമനായിട്ട് വന്നതാകാമെന്ന് ബോധമുള്ള ആളാണ് രാവണൻ. പക്ഷേ അദ്ദേഹം അഹങ്കാരം കൂടുതലുള്ളത് കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും അബോധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അവിവേകിയായി പോകുന്നത്. വിവേകത്തിൻ്റെ ഏറ്റവും നല്ലൊരു മൂർത്തിമ രൂപമാണെങ്കിലും അഹങ്കാരം കാരണം അവിവേകിയായി പോവുകയാണ് രാവണൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് രാമനും ശ്രീരാമൻ നാരായണമൂർത്തിയാണെങ്കിൽ ആ രാമൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കുകയാണെങ്കിൽ എനിക്ക് പരമമായ സായുജ്യമുക്തി നേടാം എന്നും ഇവിടെ ഈ രാവണൻ ചിന്തിച്ചുകൊണ്ട് തൻ്റെ അന്തഃപുരത്തിലേക്ക് പോവുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് നിർത്താം. 12ാമത്തെ ദിവസം പാരായണം ചെയ്ത ഭാഗമാണിത്. അപ്പോൾ എല്ലാവരെയും ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും നമ്മുടെ ഹനുമാൻ സ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.